ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നിലക്കടല മസാല ഇട്ടത്, അതായത് നിലക്കടല വറുത്ത് മസാലയൊക്കെ ചേർത്തതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിനായിട്ട് ഞാൻ 1.5 കിലോ നിലക്കടലയാണ് എടുത്തിരിക്കുന്നത്. ഈ നിലക്കടല ഞാൻ നന്നായിട്ട് കഴുകി വെള്ളമെല്ലാം പോകാനായിട്ട് വെച്ചിരുന്നാണ്. വെള്ളമെല്ലാം പോയി ഈ പാത്രത്തിലാണ് വെള്ളം പോകാനായിട്ട് വെച്ചത്. ഇപ്പം നല്ല ക്ലീനായിട്ട് നമ്മുടെ നിലക്കടല കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വറുത്തെടുക്കണം. ഇനി ഇതിന് ചേർക്കാനായിട്ട് ഞാനൊരു 10 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് ചെറുതാണ്, അതുകൊണ്ടാണ് 10 എടുത്തത്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നമ്മുടെ വെളുത്തുള്ളി നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചതച്ചെടുക്കണം. കഴുകിയൊക്കെ വൃത്തിയാക്കി എടുത്തതാണ്. ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറിവേപ്പില, ഈ വെളുത്തുള്ളി കറിവേപ്പില ഇതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ആ വെളുത്തുള്ളി കറിവേപ്പില എല്ലാം ഒന്ന് വറുത്ത് കോരിയെടുക്കണം. അല്പം കൂടെ മൂത്ത് കഴിയുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. എന്നിട്ട് കറിവേപ്പില ഇട്ട് വറുത്ത് കോരിയെടുക്കണം. ഇത് മൂത്തിട്ടുണ്ട്, കോരിയെടുക്കാം. വേപ്പിലേക്ക് ഇച്ചിരി കൂടുതൽ വെക്കിട്ട് നല്ല ടേസ്റ്റ് വരട്ടെ. കറിവേപ്പില മൂത്തിട്ടുണ്ട്. തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് വറുത്ത് വരാം. കഴുകി നന്നായിട്ട് തോർന്നിരിക്കുന്ന നിലക്കടല ഇടാം. പിന്നെ അല്പം ഉപ്പ് തിരുമിയിട്ടുണ്ട് ഈ കടലയിൽ. കുറച്ച് തിരുമിഞ്ഞാലും നമുക്ക് ഇനി ഉപ്പ് ചേർക്കണം. ഇപ്പം മുളക് പൊടി, കായം ഇത്രയും കൂടി ഇത് കടല മൂത്ത് കഴിയുമ്പം ചേർക്കണം. 1 ടീസ്പൂൺ ഉപ്പ് കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി പോരാത്ത നമുക്ക് അവസാനം ചേർക്കാം. കടല മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി, കായവും ചേർക്കേണ്ടതാണ്. കായത്തിൻ്റെ പൊടിയൊക്കെ ഇതിപ്പം വറുത്ത് കഴിഞ്ഞപ്പോഴത്തേന് ഇതിൻ്റെ അകത്തൊരു അല്പം പോലും എണ്ണയില്ല. അതുകൊണ്ട് ഇതിലേക്ക് തന്നെയാണ് ഞാൻ ചേർക്കുന്നത്. ഇനി എണ്ണ കൂടുതലുണ്ടെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റിയിട്ട് വേണം നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇത് പിരിയൻ മുളകിൻ്റെ പൊടിയാണ്, അതുകൊണ്ട് ഇതിന് എരിവ് കുറവാണ്. ഈ മുളക് പൊടിയൊക്കെ നിങ്ങളുടെ ആവശ്യമനുസരിച്ച് എരിവ് അനുസരിച്ച് ചേർക്കാവുന്നതാണ്. കായപ്പൊടി 1 ടേബിൾ സ്പൂണാണ് ചേർത്തിരിക്കുന്നത്.
നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന ആ വെളുത്തുള്ളി കറിവേപ്പില എല്ലാം കൂടെ ഇതിലേക്ക് ചേർക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുവാണ്. ഇതാ നമ്മുടെ മസാല ഇട്ട കടല റെഡി ആയിട്ടുണ്ട്. ഈ എരിവും വെളുത്തുള്ളിയും കായവും അതെല്ലാം നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് നമുക്ക് അല്പം ഉപ്പും കൂടെ വേണമെങ്കിൽ ചേർക്കാം. മുളക് പൊടിക്കൊക്കെ വേണ്ടിയിട്ട് മുളക് പൊടിയൊക്കെ ഇതിൻ്റെയൊക്കെ കൂടെ കൂടാൻ വേണ്ടി ഒരു അല്പം ഉപ്പും കൂടെ ഞാൻ ചേർക്കാം. ഞാനത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പം കരിഞ്ഞു പോയെങ്കിൽ മുളകൊക്കെ, അതുകൊണ്ട് വേറൊരു ബേസണിലേക്ക് മാറ്റി. തണുക്കുമ്പോൾ നമുക്ക് കുപ്പിയിലടച്ച് സൂക്ഷിക്കാവുന്നതാണ്. നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള മസാല ചേർത്ത നിലക്കടല റെഡി ആയിട്ടുണ്ട്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.